Hello friends, DreamBakes Delights in പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വിപ്പ് ചെയ്യുന്നതെന്നും ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു. ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പൈപ്പിംഗ് ടെക്നിക്സ് ആണ് കാണാൻ പോകുന്നത്. ഈ സ്റ്റാർ നോസിൽസ്, റൗണ്ട് നോസിൽസ് ഇതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ വ്യത്യസ്തങ്ങളായ ഡെക്കറേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതുപോലത്തെ നോസിൽസ് നമുക്ക് ഓൺലൈനിലും പിന്നെ അതുപോലെ തന്നെ എല്ലായിടത്തും ഉണ്ട്. കേക്ക് ഡെക്കറേഷൻ ഐറ്റംസിന്റെ ട്രേഡിംഗ് ഷോപ്പുകൾ, അവിടെയൊക്കെ നമുക്ക് ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് നോസിൽസ് അല്ലാതെ സ്റ്റീലിന്റെ നോക്കി വാങ്ങിക്കാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് ബ്രാൻഡുകൾ, ഒന്ന് വിൽട്ടൺ പിന്നെ ഒന്ന് PME. ഇത് രണ്ടും വാങ്ങിച്ച നല്ല നോസിൽസ് ആണ്. അതിന്റെ നല്ല ഷാർപ്പ് കട്ടിങ്സ് ഒക്കെ ഉണ്ട് അതിന്. അപ്പൊ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വൺ ടൈം വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ നോസിൽസ് ഒക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ താഴെയൊക്കെ വീണാൽ ഇതിന്റെ ടിപ്പൊക്കെ ഒന്ന് ബെൻഡ് ചെയ്തൊക്കെ പോയാൽ നമ്മുടെ പൈപ്പിങ്ങിന്റെ ഭംഗിയൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കുക, നന്നായിട്ട് സൂക്ഷിച്ചു വെക്കുക. ഇത് സ്റ്റാർ നോസിൽസ് ആണ്. ഇതിന്റെ തന്നെ പല സൈസിൽ അവൈലബിൾ ആണ്. ഇത് വിൽട്ടൺ നമ്പർ 21, അതുപോലെ 16, 18 എന്നൊക്കെ പറഞ്ഞ് ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റാർ നോസിൽസ് അവൈലബിൾ ആണ്. പിന്നെ ഇത് റൗണ്ട് നോസിൽ എന്ന് പറയും. ഇതും അതുപോലെ തന്നെ പല നമ്പറുകളുണ്ട് ഇതിന്. ഇത് നമ്പർ 12, അപ്പൊ അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള പല റൗണ്ട് നോസിൽസും ഉണ്ട്. ഈ സ്റ്റാർ നോസിലും റൗണ്ട് നോസിലും ആണ് ശരിക്കും പറഞ്ഞാൽ ബേസിക് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പഠിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. പൈപ്പിങ് നല്ല ഭംഗിയായിട്ട് വരാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യമാണ്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബട്ടർ ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമിന്റെ കൺസിസ്റ്റൻസിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു ഡീറ്റെയിൽ ആയിട്ട്. അടുത്തത് ബാഗ് പൊസിഷൻ, അതായത് നമ്മൾ നേരെയാണോ പിടിക്കുന്നത് ചെരിച്ചാണോ പിടിക്കുന്നത് അതനുസരിച്ചിരിക്കും. മൂന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മളുടെ പ്രഷർ കൺട്രോൾ എന്ന് പറയും. നമ്മൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ പൈപ്പിംഗ് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ശരിക്കും നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാനിവിടെ കുറച്ച് പ്രാക്ടീസ് ഷീറ്റുകൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒത്തിരി ഷീറ്റ്സ് അവൈലബിൾ ആണ്. അതൊന്ന് പ്രിന്റ് എടുക്കുക. എന്നിട്ട് ഞാനിവിടെ ചെയ്തേക്കുന്നത് ഇതുപോലത്തെ ഒരു ഫയലിൽ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാണ്. നമുക്കിതിവിടെ നല്ല വ്യക്തമായിട്ട് കാണാമല്ലോ. അപ്പൊ ഇതിന്റെ മുകളിലാണ് നമ്മൾ പൈപ്പ് ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്റ്റാർ നോസിൽസ് ആണ്, സ്റ്റാർ പൈപ്പിംഗ് ആണ്. ഞാൻ ടിപ്പ് നമ്പർ 21, വിൽട്ടന്റെ ടിപ്പ് നമ്പർ 21 എടുത്തു ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണം നമ്മുടെ ബാഗ്. ഇല്ലെങ്കിൽ നമ്മളിവിടെ പ്രഷർ കൊടുക്കുമ്പോൾ ഇതിലേക്കൂടെ ഇവിടെ ലൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രഷർ കൊടുക്കുമ്പോൾ ഈ ക്രീം ഇങ്ങനെ പൊങ്ങിപ്പോകും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് താഴെ വരില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ബാഗ് ടൈറ്റ് ആയിരിക്കണം. ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഈ ഫിംഗർ വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ബാഗ് ഒത്തിരിയും നമ്മൾ നിറച്ചിങ്ങനെ എടുത്താൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഇത്രയും മാത്രം വിപ്പിംഗ് ക്രീം എടുക്കുക, ബട്ടർ ക്രീം ആണെങ്കിൽ. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റാർ പൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പൈപ്പിംഗ് ബാഗിന്റെ പൊസിഷൻ 90 ഡിഗ്രി, അത് നേരെ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ പതുക്കെ ഒന്ന് പ്രഷർ കൊടുക്കുക. അപ്പോൾ ക്രീം പുറത്തേക്ക് വന്നു. എന്നിട്ട് സ്ക്യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക, എടുക്കുക. ഇങ്ങനെയാണ് സ്റ്റാർ ചെയ്യുന്നത്. സ്ക്യൂസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് എടുക്കുക. ഇനി നമ്മൾ പ്രഷർ കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാതെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും നമ്മളുടെ സ്റ്റാർ. ഇത് തെറ്റാണല്ലോ. ഇനി ഞാൻ പറഞ്ഞു ഇത് 90 ഡിഗ്രിയിൽ വേണം നമ്മുടെ ബാഗ് വെക്കാൻ. ഇനി നമ്മൾ 45 ഡിഗ്രിയിലാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ സ്റ്റാർ ഇങ്ങനെ വരും. അപ്പൊ ഇതൊക്കെയാണ് തെറ്റ് വരുന്നത്, ഭംഗി ഉണ്ടാവില്ല ചെരിച്ചു പോയാൽ. അപ്പൊ നേരെ നിന്ന് നമ്മൾ ചെയ്യുന്നതും ചെരിച്ച് ചെയ്യുന്നതിനുള്ള വ്യത്യാസം കണ്ടോ. ഈ സ്റ്റാർ ഡിസൈൻ കൊണ്ട് നമുക്ക് കേക്കിന്റെ ബോർഡർ ചെയ്യാം. അതുപോലെ നമുക്ക് കേക്കിനെ ഫുള്ള് സ്റ്റാർ കൊണ്ട് ഫില്ല് ചെയ്ത് പല ഡിസൈൻ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റാർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഏകദേശം ഒരുപോലെ വരിക എന്നുള്ളതാണ്. അപ്പൊ സ്റ്റാർ ബോർഡർ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി സ്റ്റാർ കൊണ്ട് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത്രയും ഞാൻ പൈപ്പ് ചെയ്തപ്പോൾ എൻ്റെ ബാഗ് ലൂസാണ്. അപ്പൊ ഞാനത് പിന്നെയും ഇതുപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കണം. നമ്മൾ ബാഗിൽ ക്രീം ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് എയർ ബബിൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ട് താഴേക്ക് പ്രസ് ചെയ്യണം. അങ്ങനെ ഇതിനകത്ത് എയർ ബബിൾ എല്ലാം മാറ്റിയിട്ട് വേണം നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കാൻ. ഇനി നമുക്ക് ഇതിലും വലിയ സ്റ്റാർ അല്ലെങ്കിൽ ചെറിയ സ്റ്റാർ ഒക്കെയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ ടിപ്പ് ഇതിനകത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ ടിപ്പ് ഇടണം.
ഇത് സ്റ്റാറിന്റെ വലിയ നോസിലാണ്. ഇതിന്റെ സൈസ് 1M എന്നാണ്, വിൽട്ടൺ 1M. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ കപ്പ് കേക്ക് ഒക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് 90 ഡിഗ്രി പിടിച്ച് നമ്മൾ വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ ഒരു ചെറിയ ഫ്ലവർ വരും. നമ്മൾ റോസെറ്റ്സ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇങ്ങനെ ചെയ്യാം. അത് നമ്മൾ എവിടെയാണ് തുടങ്ങിയത് അവിടെ കൊണ്ട് എത്തിക്കുക. അങ്ങനെയാണ് ഒരു റോസെറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പം നമ്മുടെ ഒരു കപ്പ് കേക്കിലൊക്കെ നമുക്ക് ഒരൊറ്റ റോസെറ്റ്സ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് അതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഇനി കപ്പ് കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്ത് കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്താൽ നമുക്കൊരു ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്നത് പോലെ ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഡിസൈനിലും നമ്മൾ 90 ഡിഗ്രിയിലാണ് ഇത് പിടിക്കേണ്ടത്. ഇനി ഈ ക്രീമിനെ നമുക്ക് റീയൂസ് ചെയ്യാം. നമ്മൾ കുറച്ചു നേരം വെച്ചിരുന്നാൽ അല്ലെങ്കിൽ പൈപ്പ് ചെയ്തിട്ട് രണ്ടാമത് റീയൂസ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഇതിനകത്ത് നിറച്ചും എയർ ബബിൾസ് ആണ്. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ തന്നെ പൈപ്പ് ചെയ്താൽ നമുക്ക് ആ ഒരു നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു സ്പാത്തില എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ തേച്ച് അതിനെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ക്രീം നല്ല സ്മൂത്ത് ക്രീം ആയിട്ടുണ്ട്. ഈ സെയിം സ്റ്റാർ നോസിൽ കൊണ്ട് നമുക്ക് റോപ്പ് ചെയ്യാം. റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ 90 ഡിഗ്രി വേണ്ട, 45 ഡിഗ്രി ആംഗിൾ. ഇങ്ങനെ വെറുതെ ചുറ്റിയെടുക്കുക. ഈ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ 45 ഡിഗ്രിയിലാണ്. ഇതുപോലത്തെ ചെറിയ റോസെറ്റ്സ് ചെയ്യാനായിട്ട് ഞാൻ ഈ ടിപ്പ് നമ്പർ 21 ഒന്ന് മാറ്റിയിട്ട് ടിപ്പ് നമ്പർ 16 ഇടാൻ പോവാണ്. നമ്മൾ 1M എന്നുള്ള ടിപ്പ് കൊണ്ട് ചെയ്തതുപോലെ തന്നെ ഉള്ള റോസെറ്റ്സ് ആണ്, പക്ഷെ ഇത് തീരെ ചെറുതാണ്. അപ്പൊ ഇത് നമ്മളിങ്ങനെ അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല കേക്കിന് നല്ല ഒരു ബോർഡർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ റോസെറ്റ്സ് വെച്ച് നമ്മൾ ബോർഡർ ചെയ്യുവാണെങ്കിൽ ഇത് ഒരു സ്റ്റാർ ഫോം ചെയ്ത് പിന്നെ ആ സ്റ്റാറിന്റെ സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ ടേൺ ചെയ്തെടുക്കുന്നത്. ഒത്തിരി അകത്തി മാറ്റി ഇങ്ങനെ വട്ടത്ത് ചെയ്താൽ അത് റോസെറ്റ് ആകുന്നില്ല. ആദ്യം ഒരു സ്റ്റാർ ഫോം ചെയ്യുക, അതിന്റെ സൈഡിൽ കൂടെ തന്നെ ചേർത്തെടുക്കുക, എന്നിട്ട് ഈ സൈഡിൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഈ സ്റ്റാർ ടിപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഡിസൈനാണ് ഷെൽ ഡിസൈൻ. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ 45 ഡിഗ്രിയിൽ പിടിക്കണം. നമ്മളുടെ സൈഡിലേക്ക് ഇങ്ങനെ വേണം പിടിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ സ്ക്യൂസ് ചെയ്യുക, ഇങ്ങനെ എടുക്കുക. ആദ്യം പ്രഷർ കൊടുക്കുക, പിന്നെ പതുക്കെ ആ പ്രഷർ കുറച്ചുകൊണ്ട് വരിക. എന്നിട്ട് ഇതിൻ്റെ ടിപ്പിൽ നിന്നും കുറച്ച് മാറിയിട്ട് വേണം അടുത്ത് തുടങ്ങാനായിട്ട്. പ്രഷർ കൂട്ടി കൊടുത്താൽ ഇങ്ങനെ ആയിപ്പോവും. ഇതൊരു നല്ല ബോർഡറാണ്. മിക്കവാറും എല്ലാ കേക്കുകൾക്കും നമുക്ക് കാണാവുന്ന ഒരു ബോർഡറാണ്. ഇനി നമുക്ക് ഈ ടിപ്പ് മാറ്റിയിട്ട് റൗണ്ട് നോസിൽസിന്റെ ഡിസൈൻസ് കാണാം. ഇത് വിൽട്ടൺ ടിപ്പ് നമ്പർ 12 ആണ്, റൗണ്ട് 12. ഇത് വെച്ച് നമുക്ക് ഇതുപോലെ ഡോട്ട് ഡിസൈൻസ് ചെയ്യാം. ഇനി ഇത് 90 ഡിഗ്രി, 45 ഡിഗ്രി ആണെങ്കിൽ നമുക്കൊരു ടിയർ ഡ്രോപ്പിന്റെ ഷേപ്പിൽ കിട്ടും. പേൾ ബോർഡർ, അതുപോലെ ഡോട്ട് വെച്ച് ബോർഡർ കൊടുക്കാം കേക്കിന്. ഇനി ഗ്രേപ്സ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഈ റൗണ്ട് ടിപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് 45 ഡിഗ്രിയിൽ പിടിച്ചിട്ട് ഗ്രേപ്പിന്റെ ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ 2 ലീഫ് കൂടെ കൊടുത്താൽ ഗ്രേപ്പ് പഞ്ചായി.
അതുപോലെ ക്ലൗഡ്സിനെ ഉണ്ടാക്കാനായിട്ട് ഇത് യൂസ് ചെയ്യും. ഇറഗുലർ ആയിട്ട് ഇങ്ങനെ റൗണ്ട് നോസിൽ ചെയ്താൽ. റൈറ്റിങ്ങിനൊക്കെ നമ്മൾ ഇതുപോലത്തെ ചെറിയ നോസിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ റൈറ്റിങ്ങിന് ഈ കൺസിസ്റ്റൻസി ഐസിങ് അല്ല വേണ്ടത്, നല്ല തിൻ കൺസിസ്റ്റൻസി ഐസിങ് കൊണ്ടാണ് നമ്മൾ കേക്കിൽ എഴുതേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയുള്ളൊരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. ഇത് വെച്ച് ഇങ്ങനെ റോപ്പ് ഡിസൈനൊക്കെ നമുക്ക് കൊടുക്കാം. ചെറിയ ഹാർട്ട് ടൈപ്പ് ചെയ്യാം. ഇതാണ് ലീഫ് ടിപ്പ്. വിൽട്ടൺ 352 ആണ് ഇതിൻ്റെ നമ്പർ. അപ്പോൾ ഈ ഒരു ലീഫ് ടിപ്പ് വെച്ച് നമുക്ക് ഏത് സൈസിലും ഷേപ്പിലും ഉള്ള ഒത്തിരി ലീഫുകൾ ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലെ ആ മൂവ്മെൻറ്റ് മാത്രം വ്യത്യാസപ്പെടുത്തിയിട്ട് ഒത്തിരി ഡിസൈൻസ് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഇങ്ങനെയുള്ള ഈ ടിപ്പ് നമ്മൾ പൈപ്പ് ചെയ്യാനായിട്ട് പിടിക്കേണ്ടത് ഇങ്ങനെയാണ്. അതൊരു പക്ഷിയുടെ ചുണ്ട് പോലെ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ. എന്നിട്ട് നമ്മൾക്ക് ലീഫ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ലീഫാണോ വേണ്ടത്, ചെരിഞ്ഞ് നിൽക്കുന്ന ലീഫാണോ വേണ്ടത്, അതനുസരിച്ചാണ് നമ്മുടെ ബാഗിൻ്റെ പൊസിഷൻ. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലീഫാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആംഗിൾ 90 ഡിഗ്രി തന്നെ പിടിച്ച് സ്ക്വീസ് ചെയ്തിട്ട് നമുക്കൊരു ലീഫ് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഒത്തിരി ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നേരെ നിൽക്കുന്ന ലീഫ് വേണമെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിയിൽ പിടിച്ചിട്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം ഒരു ലീഫ്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ലീഫാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ആ കൈ മൂവ് ചെയ്യുന്ന അനുസരിച്ച് അത് ആദ്യം ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ 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 നമുക്ക് എങ്ങനെ വേണേലും പല ഡിസൈനിലുള്ള ലീഫ് ചെയ്യാൻ പറ്റും. ഇത് ഗ്രാസ് ടിപ്പാണ്. നമ്പർ വിൽട്ടൺ 233. 90 ഡിഗ്രി ആംഗിളിൽ പിടിച്ചിട്ട് സ്ക്വീസ് ചെയ്യുക. ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വലിക്കുക. ഇത് ഗ്രാസിന് വേണ്ടി മാത്രമല്ല, നമുക്കിപ്പോൾ ടെഡി ബെയറിന്റെ ഷേപ്പിലുള്ള കേക്കൊക്കെ ചെയ്യുന്നെങ്കിൽ അതിന്റെ ബോഡി ഫുള്ളൊക്കെ ഇങ്ങനെ ചെയ്യാം. ഒരു കപ്പ് കേക്കൊക്കെ ഫുൾ ഇതുപോലെ ഗ്രാസ് ചെയ്തിട്ട് ഒരു കുഞ്ഞു പൂവൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ഇന്ന് കണ്ടത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റാർ നോസില്, റൗണ്ട് നോസില്, ലീഫ് ടിപ്പ്, ഇതൊക്കെ വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. ഇതുകൊണ്ട് ഇത് വെച്ച് നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വേരിയേഷൻസ് ആയിട്ട് നമുക്ക് പല ഡിസൈനും ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യുമ്പോൾ എന്തായാലും അത് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഗിവപ്പ് ചെയ്യാതെ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇതുപോലെ തന്നെ ഒരു ഫയലിലൊക്കെ മുകളിലൊക്കെ നമ്മൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്കത് പിന്നെ റീയൂസ് ചെയ്ത് ഇഷ്ടം പോലെ നമ്മുടെ കൈയുടെ ആ ഒരു വഴക്കം കൊണ്ടുവരണം. പ്രഷർ കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കേക്കുകളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഫില്ല് ചെയ്ത് ഐസിങ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ഉള്ളൊരു പേടിയാണ് അതിലൊരു മെസ്സേജ് എഴുതുക, ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് ഒക്കെ എഴുതാനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ കേക്ക് ഡെക്കറേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നിങ്ങൾ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഇതേ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി.